ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഹാഫ് ഇയർലി എക്സാം, ഹാഫ് ഇയർലി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. സെക്കൻഡ് മോഡൽ എക്സാം ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസ് ക്ലാസ് 8. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസറുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസറുകൾ എഴുതുക, അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യ ചോദ്യം, ഹൂ ഡെവലപ്ഡ് ദി തിയറി ഓഫ് സർപ്ലസ് വാല്യൂ? സർപ്ലസ് വാല്യൂ എന്ന തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ്? ഓപ്ഷൻ എ ജെയിം കീൻസ്, ഓപ്ഷൻ ബി ഡേവിഡ് ഡിക്കാർഡോ, ഓപ്ഷൻ സി കാൾ മാർക്സ്, ഓപ്ഷൻ ഡി ജെ.എ. ഷൂംപീറ്റർ. ഓക്കെ, അപ്പോൾ ആരാണെന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ദ ടു സെറ്റ്സ് ഗിവൺ ബിലോ ആർ, സെറ്റ് 1ഉം സെറ്റ് 2ഉം തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യണം നമ്മൾ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. സെറ്റ് 2ൽ അരയ സമാജം, ആത്മവിദ്യാസംഘം, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, സ്വദേശാഭിമാനി, ന്യൂസ് പേപ്പർ. മാച്ച് ചെയ്യുക. ABCD ഓപ്ഷൻസ് ഉണ്ട്, ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഡിക്ലെയർ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? എഡ്യൂക്കേഷൻ എന്നത്, അതായത് വിദ്യാഭ്യാസം എന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം 4, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഫാക്ട്സ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു കുറിച്യ റിവോൾട്ട്. കുറിച്യ കലാപവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. A, they demanded money instead of goods as tax. B, they seized the land belonging to the tribal people. C, Macaulay banned the orders of Veluthambi Dalava. D, Kundra proclamation. അഞ്ചാമത്തെ ചോദ്യം എയും ബിയും ഉണ്ട്. അഞ്ചാമത്തെ എ വായിക്കാം. അനു സ്റ്റഡിയിങ് ഇൻ ദ 4th standard. ഹിസ് ഫ്രണ്ട് ബാബു, എ 10-year-old boy, ഈസ് ഗോയിങ് ടു വർക്ക് ഇൻ എ ഹോട്ടൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു സ്കൂൾ. വാട്ട് റൈറ്റ്സ് ഓഫ് ബാബു ആർ ഡിനൈഡ് ഹിയർ? സിമ്പിളാണ്. 10 വയസ്സായ ഒരു കുട്ടി ജോലിക്ക് പോകുന്നു, അല്ലെ, ഒരു ഹോട്ടൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഏത് അവകാശമാണ് ഇവിടെ ആ കുട്ടിക്ക് ലഭിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് ബി, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻസ് ദ റൈറ്റ് ടു ലിബേർട്ടി? ലിബേർട്ടി എന്ന് പറയുന്ന റൈറ്റ് ടു ലിബേർട്ടി, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? റൈറ്റ് എനി 2 റൈറ്റ്സ് എക്സ്പ്ലെയിൻ ഇൻ ദ റൈറ്റ് ടു ലിബേർട്ടി വിച്ച് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്. 6 എ ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാനിവിടെ 2 ആൻസർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 എ, ഹൗ ഡസ് റിന്യൂവബിൾ റിസോഴ്സസ് ഡിഫർ ഫ്രം നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഓർ ബി, ഹൗ ഡസ് ഫെറസ് മെറ്റൽസ് ഡിഫർ ഫ്രം നോൺ ഫെറസ് മെറ്റൽസ്? 7നും എയും ബിയും ഉണ്ട്. 7 എ, കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. Or B, who was the first Indian economist to receive the Nobel Prize in Economics? Explain his welfare economic thoughts. ഇനി 8ാമത്തെ ചോദ്യമാണ്, കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി സിസ്റ്റം ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഡെമോക്രസി. 9 എ, ഡിസ്ക്രൈബ് ദ സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള ഫോർ സിവിൽ ലിബർട്ടി. ഓർ അതല്ലെങ്കിൽ എഴുതേണ്ടത് ബി, ഡിസ്ക്രൈബ് ദ മേജർ ഇവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ യൂണിഫിക്കേഷൻ ഓഫ് കേരള വിച്ച് വാസ് എ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. 10, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഷ്രൈൻ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എക്സ്പ്ലെയിൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം പഠിക്കാനും ശ്രമിക്കുക. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ കാൾ മാർക്സ് ആണ്. അടുത്തത് മാച്ച് ദി 2 സെറ്റ്സ് ഗിവൺ ബിലോ ആണ്. അതിൽ നമുക്ക് വരുന്ന ആൻസർ അതായത് സി ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് നോൺ ഫോർ ഹിസ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്ത് ഫൗണ്ട് ചെയ്തത്? ഫൗണ്ടഡ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്,
ആർട്ടിക്കിൾ 21A ആണ്. 3rd B ആണ് ആൻസർ. 4 സിയും ഡിയുമാണ് ആൻസർ വരിക കേട്ടോ. അതായത് ശരിയല്ലാത്തത് സിയും ഡിയുമാണ്. 5ാമത്തെ എയുടെ ആൻസർ ആണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. വേറെ 2 റൈറ്റുകൾ, കുട്ടികൾക്ക് ലഭിക്കുന്ന വേറെ 2 റൈറ്റുകളാണ് കേട്ടോ. അവകാശങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ബാബു ബീങ് എ 10-year-old child ഹാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഡിനൈഡ് ടു ഹിം ബൈ നോട്ട് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ആ കുട്ടിയുടെ മൗലികാവകാശമാണ് അല്ലേ, പഠിക്കാൻ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് അവിടെ ലഭിക്കാതെ പോകുന്നത്. Furthermore, his situation of working in a hotel instead of attending school falls under child labor. 10 വയസ്സായ ഒരു കുട്ടിയെ ഹോട്ടൽ ജോലിക്ക് വിടുന്നത് ബാലവേല, ചൈൽഡ് ലേബർ ആണ്. അത് ഒരു തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതാണ്. വിച്ച് ഇസ് എ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എ വയലേഷൻ ഓഫ് ഹിസ് ഫണ്ടമെൻ്റൽ റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 5B ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലിബർട്ടി. Explanation. Article 21 of the Indian Constitution explains the right to life and personal liberty. 2 rights explained within the right to liberty include the right to live with human dignity and the right to a speedy trial. The right to life and personal liberty is considered an important fundamental right. ഇനി 6A ആണ്. ഹൗ ഡസ് റിന്യൂവബിൾ റിസോഴ്സസ് ഡിഫർ ഫ്രം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. റിന്യൂവബിൾ റിസോഴ്സസ് ക്യാൻ ബി റീപ്ലെനിഷ്ഡ് നാച്ചുറലി വൈൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് cannot. Renewable resources are those that can be restored naturally or over a relatively short period of time. Example, solar energy, wind energy and water. ഇതെല്ലാം റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ resources are finite and take millions of years to form, meaning they will eventually run out. നമ്മൾ എടുത്താൽ തീരുന്നതാണ് നോൺ റിന്യൂവബിൾ. ഇപ്പോൾ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ നമുക്ക് ഭൂമിയിലുണ്ട്, പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. ഈ സോളാർ എനർജിയും വിൻഡ് എനർജിയും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇനി 6B, ഹൗ ഡസ് ഫെറസ് മെറ്റൽസ് ഡിഫർ ഫ്രം നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നതിൽ അയൺ അതുപോലെ കണ്ടന്റ് ഉണ്ടാവും, വൈൽ നോൺ ഫെറസിൽ അയൺ ഉണ്ടാവില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഫെറസ് മെറ്റൽസ് ആർ അലോയ്സ് ബേസ്ഡ് ഓൺ അയൺ ആൻഡ് ആർ ടിപ്പിക്കലി മാഗ്നറ്റിക് ആൻഡ് പ്രോൺ ടു റസ്റ്റ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ. Non-ferrous metals do not contain a significant amount of iron, are generally not magnetic and are more resistant to corrosion. Examples include aluminium, copper and brass. ഇനി 7 ആണ്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് ക്യാപിറ്റലും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. 7A, labor intensive technique uses a higher proportion of labor relative to capital, while capital intensive technique uses a higher proportion of capital relative to labor. ലേബർ ഇൻറ്റൻസീവ് എന്താണെന്ന് നോക്കാം. ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വെർ ഹ്യൂമൻ സ്കിൽസ് ആർ എസെൻഷ്യൽ ഓർ വെർ ക്യാപിറ്റൽ ഈസ് സ്കേഴ്സ് ആൻഡ് ലേബർ ഈസ് അബണ്ടൻറ്റ്. തൊഴിലാളികളെ കൂടുതൽ വേണ്ടതാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ക്യാപിറ്റൽ പറഞ്ഞാൽ പൈസയ്ക്കാണ്, ക്യാഷിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഈസ് ടിപ്പിക്കലി ഇൻ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് വെർ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ മെഷീനറി ആൻഡ് ടെക്നോളജി ലെഡ് ടു ഹയർ എഫിഷ്യൻസി ആൻഡ് ഔട്ട്പുട്ട്. The choice between the two depends on factors like the cost of labor versus capital, the nature of the product and the level of technological development. Labor-intensive methods are generally more flexible and can be easily adapted to changes in production, while capital-intensive methods offer greater consistency and scale. ഇനി 7Bയുടെ ആൻസർ ആണ്. അമർത്യ സെൻ was the first Indian economist to receive the Nobel Prize in Economics. He was awarded the Nobel Memorial Prize in Economics Sciences in 1998 for his contribution to welfare economics and social choice theory. His welfare economics thoughts focus on capabilities and functionings as the primary indicators of well-being rather than just income or utility. അപ്പോൾ ആദ്യം എക്കണോമിക്സിൽ നൊബേൽ കിട്ടിയത് അമർത്യ സെന്നിനാണ്. 1998 അമർത്യ സെൻ argues that development should be assessed by the expansion of people's real freedoms and capabilities to lead lives they value. His work has significantly influenced policy making in areas such as poverty, famine prevention, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ അദ്ദേഹം ക്ഷാമത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ളത് തന്നെയാണിത്. ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ.
The powers of the head of the state are nominal. The head of the state is the king, queen or president. The head of government is the prime minister. Prime minister is the leader of the party that has the majority in the legislature. The council of ministers headed by the prime minister is collectively responsible to the legislature. Presidential system ആണെങ്കിൽ the executive branch and the legislature are separate ആയിരിക്കും. President serves both as the head of the state and the head of the government. രണ്ടിൻ്റെയും ഹെഡ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സും പ്രസിഡന്റിന് ഉണ്ടാവും. പ്രസിഡന്റിനെ ഡയറക്ട്ലി പീപ്പിൾ എലക്ട് ചെയ്യുന്നു. പ്രസിഡന്റ് ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ. അടുത്തത് 9A ആണ്. നമ്മുടെ സിവിൽ ലിബർട്ടി സ്ട്രഗിൾസ് ഏതൊക്കെയാണെന്നാണ്. The struggles for civil liberty in Kerala included key movements aimed at social reform and political rights. Vaikam Satyagraha 1924-1925 നടന്നതാണ്. A major non-violent movement demanding that lower caste be allowed to use the public roads around the Vaikam Mahadeva temple. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പബ്ലിക് റോഡുകൾ ലോവർ കാസ്റ്റിന് ഉപയോഗിക്കാം എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് വന്ന റിസൾട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റോഡ് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് റോഡുകൾ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിനടുത്തുള്ളത്. അപ്പോൾ അതിനെതിരെയായിരുന്നു വൈക്കം സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ 1931-32 നടന്നത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് എല്ലാ ജാതിക്കാർക്കും എല്ലാ കാസ്റ്റിലുള്ളവർക്കും പ്രവേശനം ഇല്ലായിരുന്നു. അതിനെതിരെയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. കെ കേളപ്പനൊക്കെയാണ് ആ സമരം നയിച്ചത്. പാലിയം സത്യാഗ്രഹ 1947 നടന്നതാണ്. അത് പാലിയം റോഡ് യൂസ് ചെയ്യണത് കേട്ടോ. demanded the right for all people to use the road leading to Palayam temple and the surrounding areas. അടുത്തത് feudal land reforms ആണ്. Various movements challenged the exploitative feudal land systems, demanding fair tenancy rights and land for the landless. അടുത്തത് 9B ആണ്. The formation of the state of Kerala was a result of the State Reorganization Act 1956. അപ്പോൾ നമ്മുടെ പുനഃസംഘടന, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പുനഃസംഘടന നടന്നിട്ടുണ്ട്. റീഓർഗനൈസേഷൻ 1956 കേട്ടോ. അതൊരു സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ ഒരു പുനഃസംയോജനം നടന്നിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി, ദി ഡിമാൻഡ് ഫോർ എ യൂണിഫൈഡ് സ്റ്റേറ്റ് ഫോർ മലയാളം സ്പീക്കിംഗ് പീപ്പിൾ ഗെയിൻ മൊമെൻറ്റം ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി വേറൊരു സ്റ്റേറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അല്ലേ. അന്ന് പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്നു. നമുക്ക് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമോ 14 ജില്ലകളോ ആയിരുന്നില്ല. പകരം ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്ന് പറഞ്ഞ 3 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വർ ഇൻറ്റഗ്രേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ട്രാവൻകൂറും കൊച്ചിയും ട്രാവൻകൂർ എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് കൂട്ടിച്ചേർത്തു. ട്രാവൻകൂർ കൊച്ചിൻ ഇൻ 1949. മലബാർ റീജിയൻ ഉണ്ടായിരുന്നു. മലബാർ ഡിസ്ട്രിക്ട് വാസ് പാർട്ട് ഓഫ് ദ മദ്രാസ് പ്രസിഡൻസി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ പണ്ട് മലബാർ പറഞ്ഞൊരു ജില്ല ഇല്ലായിരുന്നു. മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. തമിഴ്നാടിൻ്റെ ഒരു ഭാഗമായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ. അതിനുശേഷമാണ് എന്ത് വരുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആദ്യം ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംയോജനം, പിന്നെ നമ്മുടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നു, സംസ്ഥാനങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെല്ലാം സംയോജിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നത്. പുനഃസംഘടനാ നിയമം 1956 പാസ്സാക്കുന്നു. ഫെസിലിറ്റേറ്റഡ് ദ മെർജർ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ വിത്ത് ദ മലബാർ ഡിസ്ട്രിക്ട്. മലബാറിനെയും ട്രാവൻകൂറിനെയും കൊച്ചിനെയും ഒന്നാക്കി. ഓക്കെ. ആൻഡ് ദ കാസർഗോഡ് താലൂക്ക് ടു ഫോം ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് കേരള ഓൺ November 1, 1956. അങ്ങനെ കാസർഗോഡൊക്കെ അപ്പോഴാണ് വരുന്നത്. അങ്ങനെ 1956 November 1 കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Yes, fundamental rights are enshrined in Part 3 of the Constitution of India. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 3 മെൻഷൻ ചെയ്യുന്നുണ്ട്. പാർട്ട് 3 വരുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗ്യാരണ്ടീസ് എ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ പ്രിസർവേഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. These rights are legally enforceable, meaning individuals can approach the High Courts or the Supreme Court if their rights are violated. Article 13 declared that laws inconsistent with or in derogation of fundamental rights are void. The 6 main categories of fundamental rights. അപ്പോൾ 6 കാറ്റഗറി ഫണ്ടമെന്റൽ റൈറ്റ് 6 എണ്ണം ഉണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. റൈറ്റ് ടു ഫ്രീഡം, അപ്പോൾ നമുക്ക് എല്ലാവരും തുല്യമാണല്ലേ. റൈറ്റ് ടു ഈക്വാലിറ്റി, അതുപോലെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റാണ് നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം ചുരുക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക.
നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അഭിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.